ഇന്നിപ്പോൾ നമ്മൾ കരുതിയത് ഇന്നലെ അമിത്ഷാ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ NIA കോടതിയിൽ പ്രോസിക്യൂഷൻ ആദ്യമേ തന്നെ കൺസീഡ് ചെയ്യുന്നു. അത് സ്വാഭാവികമായ രീതിയല്ല. സാധാരണ പ്രോസിക്യൂഷൻ കൺസീഡ് ചെയ്യാറില്ല. മിക്കവാറും 90% കേസുകളിലും പ്രോസിക്യൂഷൻ എതിർക്കും. പക്ഷേ 10% കേസുകൾ എടുത്ത ചരിത്രമുണ്ട്. അങ്ങനെ അമിത്ഷാ പറഞ്ഞ സാഹചര്യത്തിൽ അങ്ങനെ കൺസീഡ് ചെയ്യും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഒരു ഫോർമൽ ഒബ്ജക്ഷൻ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് വീണ്ടും കോടതി തുടർന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കേസ് നീട്ടിക്കൊണ്ടു പോകാനാണോ നിങ്ങൾ ഈ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടാതെ ജാമ്യ ഹർജി എതിർക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അമിത്ഷാ പറഞ്ഞ ഉറപ്പ് പാഴായി എന്ന് സഭാ നേതൃത്വം കരുതുന്നു. ബിഷപ്പ് പാംപ്ലാനി പിതാവിൻ്റെയൊക്കെ പ്രതികരണം വന്നു കഴിഞ്ഞു. ന്യൂനപക്ഷ വേട്ടയെന്ന് കോൺഗ്രസിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ അജണ്ടയെന്ന് CPMൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. ചുരുക്കത്തിൽ നാടകം കളിക്കുകയാണോ BJP? ഈ നാടകം കളിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് നാടകം എന്നു മുതൽ കളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഞാനൊരു മറു ചോദ്യം ചോദിക്കുന്നത്. ഇന്ന് 60 വയസ്സ് കഴിഞ്ഞ 2 സ്ത്രീകൾ, കന്യാസ്ത്രീകൾ എന്നുള്ളത് മാറ്റിവെക്കും, 2 സ്ത്രീകൾ ചെരുപ്പ് പോലും ധരിക്കാൻ അവകാശമില്ലെന്ന് പറയുന്നു. ജയിലിൽ വെറും നിലത്ത് കിടന്നുറങ്ങാൻ പോവുകയാണ്. ഇവരെ അറസ്റ്റ് ചെയ്തത് 25-ാം തീയതിയാണ്, കഴിഞ്ഞ മാസം. ഇന്ന് 8 ദിവസമാകുന്നു. സാധാരണ ഒരു കേസിൽ അറസ്റ്റ് നടന്നാൽ പോലീസ് എന്താണ് ചെയ്യുക? ഈ കേസ് അന്വേഷിക്കണമല്ലോ. അപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമല്ലോ, തെളിവെടുക്കുമല്ലോ. അങ്ങനെയാണല്ലോ ഒരു കേസിൻ്റെ നടപടിക്രമം. 8 ദിവസമായിട്ടും ഇതുവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടില്ല. എന്നിട്ട് അതെന്തുകൊണ്ടാണ്? അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണ്ട, തൽക്കാലം ജയിലിൽ കിടക്കണ്ടേ എന്ന് അന്നേ തീരുമാനിച്ചതാണ്. ഈ നാടകം അന്നേ തുടങ്ങിയതാണ്. അല്ലെങ്കിൽ ഈ കേസിനോട് ഇത്രയും വലിയ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അറസ്റ്റിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കേസ് അന്വേഷണം തുടങ്ങാൻ എന്തായിരുന്നു താമസം? എന്നിട്ട് ഇന്ന് കോടതിയിൽ വന്നിട്ട് പറയുകയാണ് കേസ് അന്വേഷണം നടക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ജാമ്യം കൊടുക്കാൻ പറ്റില്ല. നോക്കൂ, എന്ത് വിദഗ്ധമായിട്ടാണ് കളി. കേസ് അന്വേഷണം നടക്കുകയാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കേസ് അന്വേഷിക്കണം, അതിന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങണം, തെളിവെടുക്കണം, ചോദ്യം ചെയ്യണം. കഴിഞ്ഞ 8 ദിവസം ആ സംസ്ഥാനത്തെ സർക്കാർ അതൊന്നും ചെയ്തില്ല. എന്നിട്ട് ഇന്ന് കോടതിയിൽ വന്ന് പറയുകയാണ് കേസ് അന്വേഷണം നടക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണം, അതുകൊണ്ട് അന്വേഷണം നടക്കാനുണ്ട്, അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത്. എന്നിട്ട് എനിക്ക് കഷ്ടം തോന്നുന്നത് ഷോൺ ജോർജിൻ്റെയും അതുപോലെ തന്നെ അനൂപ് ആൻ്റണിയുടെയും ഒക്കെ അവസ്ഥയാണ്. കഷ്ടമാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഇവിടെ ജാമ്യം കിട്ടട്ടെ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്ന 2 പാവം ക്രിസ്ത്യാനികളാണ്, BJP നേതാക്കളാണ് അവിടെ പോയി നിൽക്കുന്നത്. അവർക്കറിയാം അതിൻ്റെ പാട്. ഈ കേസിൽ അവർ പറയുന്നത് പോലെ ഇത് വളരെ സ്വാഭാവികമായും കോടതിയിൽ പ്രോസിക്യൂഷൻ പറയുന്ന ഒരു വരിയല്ല. എങ്ങനെയാണ് ഇന്ത്യയിലെ കോടതികളിൽ ഒരു ജാമ്യാപേക്ഷ എതിർക്കുന്നതിന് വേറെ എന്തൊക്കെ പറയാം? ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോടതി പറയും പാസ്പോർട്ട് വാങ്ങിച്ച് വയ്ക്കാൻ പറയും. അല്ലെ വേറൊരു വാദം പറയുന്നത് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോടതി പറയും, നല്ല കോടതികൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് ഈ കോടതിയിൽ, നിങ്ങളുടെ പണി എന്താ? സാക്ഷികളെ സ്വാധീനിക്കാണ്ട് നിങ്ങൾ തടയണം എന്ന് പറയും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യായം, കേസ് അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടത് പറഞ്ഞാൽ ഇടപെട്ട് തിരിച്ച് മറുവാദം ഉന്നയിക്കാം. പക്ഷേ പോലീസ് പറയുകയാണ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് അറ്റ് ദ പ്രൈമറി സ്റ്റേജ്, പ്രാഥമിക ഘട്ടത്തിലാണ് അന്വേഷണമെന്ന് ഒരു പോലീസ് കോടതിയിൽ പറഞ്ഞാൽ കോടതിക്ക് അതിൽ ഇടപെടാൻ പരിധികളുണ്ട്. കാരണം അത് പോലീസിൻ്റെ അന്വേഷണമാണ്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ്, തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറയാം. അപ്പോഴാണെന്ന് കോടതി ചോദിച്ചത്, ശരി ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ സാക്ഷി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാത്തതെന്ന് ചോദിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഈ കോടതിയിൽ പോലീസ്, പ്രോസിക്യൂഷൻ, സർക്കാർ ഇവർ 3 പേരും ചേർന്ന് പറഞ്ഞ ഏറ്റവും ഗംഭീര ഡിഫൻസ്, ജാമ്യം കിട്ടാതിരിക്കാനുള്ള ഗംഭീര ഡിഫൻസ് ആയിരുന്നു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. മറ്റുള്ള ഡിഫൻസുകളെല്ലാം പൊളിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഏറ്റവും ശക്തമായ, സാധാരണഗതിയിൽ കോടതിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ഡിഫൻസ് തന്നെ കൊടുത്തു. എന്ന് മാത്രമല്ല ഒരു വരിയിൽ സാർ അന്വേഷണം നടക്കുകയാണ് സാർ, അതുകൊണ്ട് പറ്റില്ല സാർ എന്നല്ല പറഞ്ഞത്. ഇവർ കുട്ടികളെ മതം മാറ്റാൻ ശ്രമിക്കുകയാണ്, കന്യാസ്ത്രീകളുടെ സ്ഥിരം പരിപാടിയാണ്, ഇത് വളരെ വൈകാരികമായ വിഷയമാണ്, അതുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. കീഴ്ക്കോടതിയിലും ഇത് തന്നെ പറഞ്ഞു. അതുതന്നെയാണ് ഞാൻ ഈ കോടതിയിൽ പറഞ്ഞതെന്ന് നമുക്ക് ബൈറ്റ് തന്ന പ്രോസിക്യൂഷൻ്റെ ആൾ പറയുകയും ചെയ്തതാണ്. അപ്പോൾ അതിലാർക്കും അവിശ്വാസമില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് BJPയുടെ നേതാക്കൾ വന്നിട്ട് ഇതൊരു സ്വാഭാവിക സംഭവമാണെന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം തിന്നുന്ന ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്തുമാത്രമല്ല, ഈ നാട്ടിലെ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ മാലേഗാവ് സ്ഫോടന കേസിൽ പുല്ലുപോലെ പ്രതികൾ ഊരിപ്പോയല്ലോ. എന്താ കോടതി പറഞ്ഞത്? NIAക്ക് തന്നെ കേസില്ല, ഇത് സംശയാസ്പദമാണെന്നാണ് പറയുന്നത്. അതിനെ 1-ാം പ്രതിയായിട്ടുള്ള കക്ഷിയുടെ ബൈക്കടക്കം കസ്റ്റഡിയിലാണ്. എവിടുന്നാണ് TNT വന്നതെന്ന് കശ്മീരിലാണെന്നുള്ളത് വ്യക്തമായതാണ്. പെട്ടെന്നൊരു ദിവസം ഇതില്ലാതാകുന്നു. എന്ന് മാത്രമല്ല, തീവ്രവാദത്തിനെതിരെ വലിയ വിപ്ലവം നടത്തുന്ന BJP അവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി പാർലമെൻറ്റിൽ എത്തിച്ചു. ഇങ്ങനെ അസാധാരണമായ കാരണങ്ങൾ എന്തൊക്കെ നടക്കുന്നു. ഇന്ന് തന്നെ
കേരള സ്റ്റോർ എന്നൊരു പൊട്ടപ്പടം, അതിൻ്റെ രാഷ്ട്രീയമല്ല പറയുന്നത്, സിനിമ കണ്ടാൽ മനസ്സിലാവും. ഒരു പൊട്ടപ്പടം ദേശീയ തലത്തിൽ ഏറ്റവും നല്ല സിനിമയായി മാറിയ ദിവസം കൂടിയാണ്. അതിന് അവാർഡാണ്. ചുരുക്കി പറഞ്ഞാൽ അസാധ്യമായ കാര്യങ്ങളൊക്കെ നടക്കും. വേണമെന്ന് വെച്ചാൽ കോടതിയെ മറിക്കാം, വേണമെന്ന് വെച്ചാൽ കോടതിയിൽ കൃത്യമായി പറയാം. ഇനി എന്ന് മാത്രമല്ല, ഇവർക്ക് ബെയിൽ കൊടുത്തു എന്നുള്ളത് കൊണ്ട് എന്താണ് നഷ്ടം? ഞങ്ങൾ ഈ കേസ് ഗംഭീരമായി അന്വേഷിക്കുകയാണ്. ബെയിൽ കൊടുക്കരുത്. ബട്ട് ബെയിൽ കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇവർക്ക് കൃത്യമായ വകുപ്പുകൾ വയ്ക്കൂ, കൃത്യമായ നിബന്ധനകൾ വയ്ക്കൂ, ആൾജാമ്യം കൊടുക്കൂ, ഇവരുടെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കൂ, അല്ലെങ്കിൽ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഇവർ താമസിച്ചിരിക്കണം, അവർ എല്ലാ ദിവസവും ഒന്ന് ഒപ്പിടണം. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം. അതൊന്നും പറയാതെ ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞത് അവരുടെ ഛത്തീസ്ഗഡ് സർക്കാരിന് വേണ്ടി, ഛത്തീസ്ഗഡിലെ ജനത്തിന് വേണ്ടി, ഛത്തീസ്ഗഡിലെ BJPക്ക് വേണ്ടി നടത്തിയ നാടകമാണ്. അവർക്ക് വേണ്ടിയിട്ട് ഇത് പറയാൻ പറ്റും. ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. കാരണം വെറുപ്പിൽ, മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടുള്ള വെറുപ്പിൽ കെട്ടിപ്പൊക്കിയ കോട്ടയാണ് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ, ഛത്തീസ്ഗഡിലെ BJP രാഷ്ട്രീയം, ഒരു പക്ഷേ ഛത്തീസ്ഗഡിലെ മുഴുവൻ രാഷ്ട്രീയവും. അപ്പോൾ കേരളത്തിൽ അത്യാവശ്യം എക്കണോമിക്കലി അഫ്ലുവൻ്റായ, സാമ്പത്തികമായി മാത്രമല്ല സാമൂഹ്യമായി മുൻനിരയിൽ നിൽക്കുന്ന സുറിയാനി ആയ കത്തോലിക്കർ, മർത്തോമക്കാർ, അതുപോലെ തന്നെ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ഇവരെ കൂടെ കൂട്ടുന്നത് പോലെയല്ല. അതിന് BJPക്ക് നഷ്ടമൊന്നും വരില്ല. കാരണം BJPയോട് കൂടെ നിൽക്കുന്ന ഹിന്ദു സമുദായത്തിന് ഇവരോട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഛത്തീസ്ഗഡിൽ നിങ്ങൾ പോയി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നിയാൽ കളി മാറും. എന്താണ് കാരണമെന്നറിയാമോ? ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെയുള്ള ആദിവാസി വിഭാഗങ്ങളെ ഹിന്ദു സംസ്കാരത്തിലേക്ക്, ഹിന്ദു സംസ്കാരത്തിലേക്ക്, RSS സംസ്കാരത്തിലേക്ക് സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്ന വലിയൊരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല, ഒറീസ, മധ്യപ്രദേശ്, UP മുതലായ ആദിവാസി ബെൽറ്റുകളിലെല്ലാം നടക്കുകയാണ്. അപ്പോഴാണ് ഒരു വിഭാഗം കുരിശുമായിട്ട് വരുന്നത്. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പ്ലാനിൽ വരുന്നില്ല, ഞങ്ങൾ വേറെയാണ്, അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ക്രിസ്ത്യാനികളെ, മതപരിവർത്തനം നടത്തുന്ന ആദിവാസി മേഖലയിലെ ക്രിസ്ത്യാനികളെ ഏറ്റവും വലിയ ശത്രുക്കളായി BJP കാണുന്നത്. അവരെ എതിർക്കാതെ BJPക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ഇത് ഇന്ത്യയിൽ ആദിവാസി മേഖലയിലെ മതം മാറുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രമല്ല, ദളിതരായ മനുഷ്യർക്കെതിരെ മുഴുവൻ BJPക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഹിന്ദു സംസ്കാരം എന്ന് അന്ന് അവർ വിളിക്കുന്നതിലേക്ക് സ്വാംശീകരിക്കാൻ തയ്യാറാകാത്തവരെയെല്ലാം അടിച്ചൊതുക്കാനുള്ള വളരെ വലിയൊരു തന്ത്രം എത്രയോ കാലമായി നടക്കുന്നു. ഒരു ഉദാഹരണത്തിന് ഭീമ കോറേഗാവ് സംഭവം. ഭീമ കോറേഗാവ് എന്ന് പറയുന്ന യുദ്ധം മഹാരാഷ്ട്രയിൽ അന്നത്തെ പേഷ്വായ്ക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയ യുദ്ധമാണ്. 1818 പേഷ്വായുടെ സവർണ പട്ടാളത്തിൻ്റെ, സവർണ ജാതിക്കാർക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സമരം നടത്തുമ്പോൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി യുദ്ധം ചെയ്യുമ്പോൾ മെഹർ ജാതിക്കാരാണ് ഇവരുടെ പട്ടാളക്കാർ, ദളിതര. പേഷ്വയെ തോൽപ്പിച്ചു, പേഷ്വയുടെ പട്ടാളത്തെ തകർത്തു. എന്നിട്ട് ഭീമ കോറേഗാവ് സ്ഥലത്ത് ഒരു സ്തൂപം സ്ഥാപിക്കുന്നു. 1928 അൻബേക്കറാണ് ആ സ്തൂപത്തിൻ്റെ കമമറേഷൻ നടക്കുന്നത്. അന്നു മുതൽ എല്ലാ ജനുവരി 1-നും, ഒരു ജനുവരി 1 1818 യുദ്ധം നടക്കുന്നതും പേഷ്വ തോറ്റുപോകുന്നതും. അവിടെ ദളിതർ അവരുടെ വിജയ ദിവസം ആഘോഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് ദളിത് സംഘടനകൾ, അംബേദ്കറുടെ കീഴിലുള്ളവരും അല്ലാത്തവരും ഇവിടെ ഒത്തുകൂടുന്നുണ്ട്. 2018 ഭീമ കോറേഗാവ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വന്നവർക്കെതിരെ നടന്ന കലാപമാണ് കുപ്രസിദ്ധമായ ഭീമ കോറേഗാവ് കേസും. 100 കണക്കിന് ദളിത് ആക്ടിവിസ്റ്റുകളെയും 100 കണക്കിന് പ്രധാനപ്പെട്ട ആളുകളെയും നേതാക്കളെയും ബുദ്ധിജീവികളെയും ഒക്കെ BJP സർക്കാർ ജയിലുകളിലേക്ക് പുല്ലുപോലെ കൊണ്ടുപോയത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സ്റ്റാൻ സ്വാമി മരിച്ചത്. അപ്പോൾ വിഷയം വളരെ ഡീപ്പാണ്. ദളിതർക്കെതിരെ, പ്രത്യേകിച്ച് ദളിതരായ ക്രിസ്ത്യാനികളാണെങ്കിൽ അതിലും പ്രത്യേകിച്ച് BJPക്ക് വളരെ വലിയ ഒരു പ്ലാനുണ്ട്. സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2 ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, 2 സുറിയാനി ക്രിസ്ത്യാനികളായ കന്യാസികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പറയുന്നത്. അമിത്ഷാ വിചാരിച്ചിട്ട് പോലും നടന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അമിത്ഷായ്ക്കൊന്നും ഒരു പരിധിക്കപ്പുറം ഈ വിഷയത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പറഞ്ഞോളൂ, എങ്ങനെയെങ്കിലും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാട് വിട്ടുകളഞ്ഞു എന്ന് പുറത്താർക്കും തോന്നരുത്. അതുകൊണ്ട് നിങ്ങൾ ജാമ്യത്തെ എതിർക്കണം എന്ന് തന്നെ പറഞ്ഞു. കാരണം BJPയുടെ ദളിത് ക്രിസ്ത്യാനികൾക്കെതിരായ, BJPക്ക് എതിർ നിൽക്കുന്ന ദളിതർക്കെതിരായ നിലപാട് കളഞ്ഞിട്ട് BJPക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ഇതാണ് ഈ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ്, ഇതാണ് ഈ നാടകത്തിൻ്റെ അണിയറ ശില്പികൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാടകം കളിച്ചേ പറ്റൂ BJPക്ക്. ഇതിനിയും തുടരും. ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. നാളെ ജാമ്യം കിട്ടിയാലും കന്യാസികൾക്കെതിരായ കേസ് അവസാനിക്കാൻ പോകുന്നില്ല. കുറേ നാൾ നടക്കേണ്ടി വരും. നടത്തിക്കും BJPയുടെ ജാർഖണ്ഡ് സർക്കാർ. Meet the editors.